പ്രതിഷേധം അവിടെ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സംഭവ സ്ഥലത്ത് ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. കളക്ടർക്ക് നേരെയും അവിടെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കളക്ടറോട് തങ്ങളുടെ ആവശ്യങ്ങൾ പലവട്ടം ഉന്നയിച്ചതല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാത്തത് എന്നാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇതിന് എടുത്തു പറയേണ്ടത്, ഈ സംഭവം നടന്ന സ്ഥലത്ത് ഒരു തെരുവിളക്കിന്റെ സാന്നിധ്യം പോലും ഇല്ല. ഈ എൽദോസിന് ആ കാട്ടാനയെ കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. താൻ ആ കാട്ടാനയുമായി കൂട്ടിമുട്ടുമ്പോഴാണ് കാട്ടാന ആ റോഡിൽ ഉണ്ടായിരുന്നു എന്ന് പോലും എൽദോസ് തിരിച്ചറിയുന്നതും അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. ഈ തെരുവിളക്കുകളുടെ അസാന്നിധ്യവും കൂടാതെ മറ്റ് ഫെൻസിംഗ് വർക്കുകളും അവിടെ പല ഫെൻസിംഗ് വർക്കുകളും കാട് പിടിച്ച ഒരു സാഹചര്യത്തിലുമാണ്. ഈ ഫെൻസിംഗ് വർക്കുകൾ അടക്കം എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാർ അവിടെ കളക്ടറോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ടർക്കെതിരെ വലിയ ജനരോക്ഷമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും. ഈ രാത്രിയിലും നാട്ടുകാരും മറ്റുള്ളവരും എല്ലാം തന്നെ അവിടെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ സോളാർ ഫെൻസിംഗ് വർക്കിനുള്ള ഫണ്ടെല്ലാം തന്നെ നേരത്തെ അനുവദിച്ചതാണ്. അത് എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാത്തത് എന്നതടക്കം അന്വേഷിക്കുമെന്ന് കളക്ടർ പറയുന്നുണ്ട്. എന്നാൽ കളക്ടറുടെ വാക്കുകളിലൊന്നും നാട്ടുകാർ തൃപ്തരല്ല. ഈ ഒരു ജനരോക്ഷം അവിടെ ഉയരുന്നുണ്ട്. പ്രധാനമായും ഈ എൽദോസിന്റെ മൃതദേഹം അവിടുന്ന് നീക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നടക്കേണ്ട കാര്യം. എന്നാൽ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ മൃതദേഹം അവിടുന്ന് നീക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഈ ശ്രമകരമായ കാര്യം നടത്താനാണ് പോലീസും മറ്റധികൃതരും എല്ലാം തന്നെ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ അതിനുള്ള സാഹചര്യമല്ല ഇപ്പോൾ അവിടെയുള്ളത്. ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംഭവ സ്ഥലത്ത് അതുകൊണ്ട് തുടരുകയാണ്. ഇപ്പോൾ കുട്ടമംഗലം DFOയും സംഭവ സ്ഥലത്തുണ്ട്. കൂടാതെ മൂന്നാർ DFOയും ഉടൻ എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കളക്ടർ നാട്ടുകാരോടൊപ്പമാണ്, നാട്ടുകാരുടെ വികാരം ഉൾക്കൊള്ളുന്നു, ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്നെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകളിലൊന്നും നാട്ടുകാർ അടങ്ങുന്നില്ല. അവരുടെ പ്രതിഷേധം, അവരുടെ ജനരോക്ഷം കളക്ടർക്ക് നേരെയും അവിടെ എത്തിയിരിക്കുന്ന കോതമംഗലം MLA ആന്റണി ജോണിന്റെ നേരെയും എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത്. സായികുമാർ, എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ മൃതദേഹം അവിടുന്ന് നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രമകരമാകും. ആദ്യമേ തന്നെ അത് നീക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള പ്രധാന ജോലി അതിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ഇത്രയും മണിക്കൂറുകളായിട്ടും അവരുടെ ആ ജനരോക്ഷം, തങ്ങളിൽ ഒരാളെ നഷ്ടപ്പെട്ടതിലെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്ന് എൽദോസ് ആണെങ്കിൽ നാളെ ഇവരിൽ ഒരാളാകാം അത് എന്ന അവരുടെ ആശങ്കയടക്കമാണ് ഇപ്പോൾ അവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സായികുമാർ.